ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സാഹിത്യ ക്വിസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ സാഹിത്യ ക്വിസ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതാണ്. അതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ 3 മിനിറ്റിനുള്ളിൽ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം കൊച്ചി. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം? ഉത്തരം അരുണാചൽ പ്രദേശ്. മൂന്നാമത്തെ ചോദ്യം, സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരി ആരാണ്? ഉത്തരം ലീല നമ്പൂതിരിപ്പാട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക ഏത്? ഉത്തരം തളിര്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം മുട്ടത്ത് വർക്കി. ആറാമത്തെ ക്വസ്റ്റ്യൻ, മഹാകവി എഴുതാതെ മഹാകവിയായ വ്യക്തി ആര്? ഉത്തരം കുമാരനാശാൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, രാമായണം എഴുതിയത് ആരാണ്? ഉത്തരം വാൽമീകി. ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠം ലഭിച്ച ഭാഷ ഏതാണ്? ഉത്തരം കന്നഡ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഉത്തരം അവകാശികൾ. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 21. ജ്ഞാനപീഠ അവാർഡ് ഏർപ്പെടുത്തിയ വ്യക്തി ആരാണ്? ഉത്തരം ശാന്തി പ്രസാദ് ജെയിൻ. ലോക പുസ്തക ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. കഥകളിയുടെ സാഹിത്യ രൂപം ഏത്? ഉത്തരം ആട്ടക്കഥ. തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പി കുഞ്ഞനന്ദൻ നായർ. ചെറുകാട് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഗോവിന്ദൻ പിഷാരടി. നന്ദനാർ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പി സി ഗോപാലൻ. കുറ്റിപ്പെൻസിൽ എഴുതിയതാര്? ഉത്തരം കുഞ്ഞണ്ണി മാഷ്. രാമചരിതമാനസം എഴുതിയതാര്? ഉത്തരം തുളസീദാസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.